സഭ കൂടുതൽ പാരമ്പര്യവാദത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകണമെന്ന അസാധാരണ കൺസിസ്റ്ററിയിലെ ലിയോ മാർപ്പാപ്പയുടെ പ്രഖ്യാപനം, സഭയിലെ കന്യാസ്ത്രീകൾ ഭാവിയിൽ ബിഷപ്പാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ ബിഷപ്പിൻ്റെ ആ തീരുമാനം, ഈ സാഹചര്യത്തിൽ ചില ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട്. എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ സന്യാസ ജീവിതത്തിൽ നിന്നും അകലുന്നത്? അടുത്ത തലമുറകളിൽ കന്യാസ്ത്രീകൾ ഉണ്ടാകുമോ ഇല്ലാതാകുമോ? ആദ്യമായി തന്നെ ഇതിനൊരു മറുപടി പറയട്ടെ. എണ്ണം കുറഞ്ഞാലും ഗുണമേന്മയുള്ള ആത്മീയമായി കരുത്തുള്ള ഒരു ചെറിയ കൂട്ടം കന്യാസ്ത്രീകളെങ്കിലും സഭയെ നയിക്കുന്ന കാലമാകും വരാനിരിക്കുന്നത്. സീറോ മലബാർ സഭയുടെ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിൻ്റെ വാക്കുകൾ സഭയുടെ ആത്മീയവും സാമൂഹികവുമായ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വളരെ ഗൗരവമേറിയ ഒരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. കാലം മാറുന്നതിനനുസരിച്ച് സഭയുടെ ഘടനയിലും മാറ്റങ്ങൾ അനിവാര്യമാണെന്ന ആ സത്യം പിതാവ് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തെ വസ്തുനിഷ്ഠമായി എങ്ങനെ നമുക്ക് വിലയിരുത്താം? ഇത് കേവലം ദൈവവിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമല്ല, മറിച്ച് മാറുന്ന സാമൂഹിക സാഹചര്യങ്ങളുടെ ഫലം കൂടിയാണ്. കുടുംബങ്ങളുടെ വലിപ്പം കുറഞ്ഞു. പണ്ട് 5-6 മക്കളുള്ള കുടുംബങ്ങളിൽ നിന്നും ഒരാൾ സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്നത് സാധാരണമായിരുന്നു. ഇന്ന് ഭൂരിഭാഗം കുടുംബങ്ങളിലും 1-2 മക്കൾ മാത്രമാണുള്ളത്. മക്കളെ തങ്ങളുടെ കൂടെ തന്നെ നിർത്താൻ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസവും കരിയറും അതും മറ്റൊരു ഘടകമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനും വിദേശത്തെ ജോലി സാധ്യതകൾക്കും മുൻഗണന നൽകുന്ന കുടുംബങ്ങളുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ. സാമ്പത്തിക ഭദ്രതയും വ്യക്തി സ്വാതന്ത്ര്യവും ഇന്ന് യുവാക്കൾക്ക് വലിയ ഘടകങ്ങളാണ്. സഭാ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പഴയ കാലത്തെ കഠിനമായ നിയമങ്ങളും ചിലപ്പോഴെങ്കിലും കേൾക്കുന്ന നിഷേധാത്മകമായ വാർത്തകളുമൊക്കെ പുതിയ തലമുറയെ സന്യാസ ജീവിതത്തെക്കുറിച്ച് പുനർചിന്തിപ്പിക്കുന്നുണ്ട്, അകറ്റി നിർത്തുന്നുണ്ട്. അടുത്തത് സമർപ്പിത ജീവിതത്തിലുണ്ടാകുന്ന വെല്ലുവിളികളാണ്. ലോകം കൂടുതൽ ആധുനികമാകുകയാണ്. അപ്പോഴും സന്യാസ സമൂഹങ്ങൾ ഇപ്പോഴും പഴയ രീതികളിൽ മുറുകെ പിടിക്കുന്നത് യുവതലമുറയ്ക്ക് ഒട്ടും താല്പര്യപ്പെടുന്നില്ല. ഇതിനുള്ള പ്രതിവിധി എന്താകും? സഭയെ മുറിവേൽപ്പിക്കാതെ തന്നെ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ചില മാറ്റങ്ങൾ സഭയിൽ അത്യാവശ്യമാണ്. സന്യാസത്തിൻ്റെ ശൈലി മാറിയിരിക്കണം. വസ്ത്രധാരണത്തിലും ജീവിത രീതികളിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഗുണകരമാകും. ലോകത്ത് ജീവിച്ചുകൊണ്ട് തന്നെ സഭയെ സേവിക്കാനുള്ള അവസരങ്ങൾ വർദ്ധിപ്പിക്കണം. സാമൂഹിക ഇടപെടലുകൾ വർദ്ധിപ്പിക്കണം. യുവജനങ്ങളുമായുള്ള സംവാദം അത്യാവശ്യമാണ്. യുവതലമുറയുടെ സംശയങ്ങൾക്കും ആശങ്കകൾക്കും വ്യക്തമായ മറുപടി നൽകാൻ സഭയ്ക്ക് മെത്രാന്മാർക്ക് കഴിയണം. അവരെ നിയന്ത്രിക്കുന്നതിന് പകരം അവർക്ക് വഴികാട്ടികളാക്കണം. സഭയിലെ സേവന മേഖലകൾ വിപുലീകരിക്കണം. പാരമ്പര്യമായി ചെയ്തു വരുന്ന ജോലികൾക്ക് പുറമെ മാനസികാരോഗ്യം, പരിസ്ഥിതി, സാങ്കേതിക വിദ്യ എന്നീ ആധുനിക സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടാൻ സന്യാസിനികൾക്ക് പരിശീലനം നൽകണം. തൊഴിൽപരമായ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. കന്യാസ്ത്രീകൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള തൊഴിൽ ചെയ്യാനും അതിലൂടെ സഭയ്ക്ക് വരുമാനം കണ്ടെത്താനുള്ള സാഹചര്യം ഒരുക്കി നൽകണം. അടുത്ത തലമുറയിൽ ഈ കന്യാസ്ത്രീകൾ ഇല്ലാതാകുമോ എന്നതാണ് നേരത്തെ ചോദിച്ച അതേ പ്രസക്തമായ ചോദ്യം. എണ്ണത്തിൽ കുറവുണ്ടായിരിക്കാം, പക്ഷെ അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇത്തരം പ്രതിസന്ധികൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത് സന്യാസ ജീവിതത്തിൻ്റെ അന്ത്യമെന്ന് ആരും കരുതണ്ട, മറിച്ചൊരു ട്രാൻസ്ഫോർമേഷൻ കാലഘട്ടമാകും. എണ്ണം കുറഞ്ഞാലും ഗുണമേന്മയുള്ള ആത്മീയമായി കരുത്തുള്ള ഒരു ചെറിയ കൂട്ടം കന്യാസ്ത്രീകൾ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാലമാകും വരാനിരിക്കുന്നത്. മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിനെ പോലെയോ മറ്റോ പുതിയ രൂപത്തിലുള്ള സമർപ്പിത സമൂഹങ്ങൾ ഇനിയും സമുദായത്തിൽ ഉദയം ചെയ്തേക്കാം. സഭയിലെ മാറ്റങ്ങൾ ക്രിയാത്മകമായി ഉൾക്കൊള്ളുന്നതിന് സഭയെ തളർത്തുകയല്ല, മറിച്ച് ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് മാർ തോമസ് തറയിൽ പിതാവിനെ പോലുള്ളവരുടെ തുറന്നു പറച്ചിലുകൾ ഇത്തരം മാറ്റങ്ങൾക്ക് വഴിവിളക്കുകളായി മാറുന്നു എന്ന് വിശ്വാസികൾ തന്നെ പറയുന്നത്.